ഈ തെരഞ്ഞെടുപ്പിൽ നേതാക്കൾ പലതും പറയുന്നത് നമ്മൾ കേട്ടു. ചിലത് രാഷ്ട്രീയ കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ രാഷ്ട്രീയത്തിനപ്പുറം രാഷ്ട്രീയ ഭാഗ്യമായ കാര്യങ്ങളായിരിക്കും. എന്നാൽ നമ്മുടെ പൊതുജനം ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തിനാണ് നമ്മൾ വോട്ട് ചെയ്യുക? അവരെപ്പോഴും ഒരു ചോദ്യമാണ്, എന്തിനാ വോട്ട് ചെയ്യുന്നത്? വേറെ പണിയൊന്നുമില്ലേ? പക്ഷേ കൊച്ചിക്കാർ പ്രതികരിക്കുന്ന അങ്ങനെയല്ല. സർക്കാർ മാറണമെന്ന് ആഗ്രഹമില്ല, പക്ഷെ ഒരുപാട് ഇത് മാറണമെന്നുണ്ട്. സഖാവ് മാറണ്ട, പക്ഷേ ഒരുപാട് കാരണങ്ങളിൽ നിയന്ത്രണം വരാനുണ്ട്. പിണറായി സർക്കാർ വരണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഇപ്പോൾ പുള്ളി വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് കാരണങ്ങൾ എല്ലാം ശരിയാവും എന്ന് പറയണല്ലാണ്ട് ഒന്നും ശരിയായി കണ്ടില്ല. ഇപ്പം ഈ റോഡിൻ്റെ കേസൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും വെള്ളം പോകാനുള്ള എല്ലാ വഴിയും അടച്ചു പൂട്ടിക്കളഞ്ഞു. ഇപ്പം ഇവിടെ എന്താ, പുഴയല്ലേ? അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആദ്യം ഭരണം കിട്ടിയ സമയത്ത് അടിപൊളിയായിരുന്നു, രണ്ടാമത്തെ കിട്ടിക്കഴിഞ്ഞപ്പോൾ കുളമായി. ജനകീയ പ്രശ്നമൊക്കെ നല്ല ഭംഗിയായിട്ട് പോകുന്നു, ഒരു പ്രശ്നമില്ലാതെ പോകുന്നു, നല്ല രീതിയിൽ സർക്കാർ ഭരിച്ചു പോകുന്നു. പിണറായി സർക്കാർ നല്ല ഭരണം കാഴ്ചവെക്കുന്നു. 10 വർഷമായിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ല, ഒരു വർഗീയ കലാപമില്ല, ഇതായിട്ട് ഒരു ഇതുമില്ലാതെ സുഖമായി ഇവിടെ ആൾക്കാർ ജീവിച്ചു പോകുന്നു. ഇനി പെൻഷൻ കിട്ടണമെങ്കിൽ, തുടർന്ന് കിട്ടണമെങ്കിൽ ഈ LDF വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് ഗോവിന്ദൻ. എൻ്റെ വോട്ടൊക്കെ LDF-നാണ്. ആകെ വന്നേക്കണ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ അതുപോലെയുള്ള മദ്യത്തിൻ്റെ ഔട്ട്ലെറ്റാണ്, ബീവറേജസ്. ഇതാണ് ഏറ്റവും കൂടുതൽ വന്നേക്കണം. ചേഞ്ച് വരണം, ഒന്ന് വിലക്കയറ്റം നിയന്ത്രിക്കണം, അതാണ് മെയിൻ പ്രശ്നം. ഇവിടെ ചേഞ്ചസ് വേണം, യുവാക്കൾ വരട്ടെ. 1-2 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നമ്മളൊരു മേഖല മൊത്തം തടസ്സം വരാൻ പറ്റത്തില്ല. പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു 10-15 വർഷം മുമ്പുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ ആരോഗ്യം ഇപ്പം വളരെ, അതായത് ജില്ലാ ആശുപത്രി പോലും കേരളം മാറ്റി വെക്കാനൊക്കെ പറ്റുന്ന സാഹചര്യം ഉണ്ടായില്ലേ? അതൊക്കെ വലിയ നേട്ടമല്ലേ സർക്കാരിന്? സർക്കാർ മാറണം. ഇപ്പോൾ 10 വർഷമല്ലേ, എല്ലാവർക്കും ചാൻസ് വേണ്ടേ? അതുകൊണ്ട് അപ്പോൾ ചെറുപ്പക്കാരൊക്കെ വരുന്നില്ലേ, അവർ കയറട്ടെ, മാത്രമേ ഉള്ളൂ. മെയിനായിട്ടും ജനങ്ങളിപ്പം നോക്കി കാണുന്ന വികസനമായിരിക്കും. പിന്നെ നിലവിലെ സർക്കാർ അത്യാവശ്യം റോഡാണേലും ആശുപത്രി, ഹോസ്പിറ്റാലിറ്റി എല്ലാം നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് അവർക്കായിരിക്കും കുറച്ച് ചാൻസ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിണറായി 3.0. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.